കഴിഞ്ഞ 2 ദിവസമായി കേരള രാഷ്ട്രീയത്തിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണറാണ്. ശേഷാദ്രിനാഥ് എന്ന് പറയുന്ന ആളെ ഇലക്ഷൻ കമ്മീഷണറായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി മുസ്ലിം ലീഗിൻ്റെ കെ എം ഷാജി പ്രഖ്യാപിച്ചപ്പോൾ KPCCയുടെ ജനറൽ സെക്രട്ടറി PM നിയാസാണ് അതിനെതിരെയുള്ള ആദ്യത്തെ വെടിപൊട്ടിച്ചത്. നിയാസ് പറയുന്നു ശേഷാദ്രിനാഥ് ഒരു സംഖ്യയാണ്. അത് വെറുതെ അങ്ങ് പറഞ്ഞുപോയില്ല. കഴിഞ്ഞ കുറച്ചു കാലത്തെ അനുഭവ സാക്ഷ്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ വാർഡിലായിരുന്നു ഇയാൾ താമസിച്ചിരുന്നത്. അതുപോലെ തന്നെ വക്കീൽ ജോലിയുടെ കാലഘട്ടത്തിലുള്ള പരിചയമുണ്ട്. നവമാധ്യമങ്ങളിൽ അടുത്ത കാലത്തുള്ള ഇയാളുടെ ഇടപെടലുകൾ എടുത്ത് പരിശോധിച്ചാൽ വളരെ കൃത്യമായി അയാൾ സംഖ്യയാണെന്ന് ബോധ്യപ്പെടും. അതുകൊണ്ട് അയാൾ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മാറ്റാൻ ഇതുവരെ KM ഷാജി തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ വിഷയം മുഖ്യമന്ത്രിയുടെ കോർട്ടിലാണ്. മുഖ്യമന്ത്രിയെ കാണാൻ KPCCയുടെ ജനറൽ സെക്രട്ടറി PM നിയാസ് അനുമതി ചോദിച്ചിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. BJPയുടെ സംസ്ഥാന പ്രസിഡന്റിനൊക്കെ വളരെ പെട്ടെന്ന് മുഖ്യമന്ത്രിയെ കാണാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ കൂടിയാണ് നിയാസിന് സന്ദർശിക്കാൻ അനുമതി കൊടുക്കാത്തത് എന്നുകൂടി പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്കൊരു അനുഭവമുണ്ട്. കേരളത്തിൻ്റെ ചീഫ് ഇലക്ടറൽ ഓഫീസറായിരുന്നു രത്തൻ യു ഗേൽക്കർ. ആ രത്തൻ യു ഗേൽക്കർ ഒരു കുപ്രസിദ്ധി നേടിയ മനുഷ്യനാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അയച്ച കത്തിൽ BJPയുടെ സീല് പതിപ്പിച്ച ഒരു സംഘീ സ്വഭാവം കാണിച്ച മനുഷ്യനാണ് രത്തൻ യു ഗേൽക്കർ. BJP ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ആ രാഷ്ട്രീയ പാർട്ടിയുടെ സീല് മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും കൊടുക്കുന്ന കത്തിൽ വെക്കണമെങ്കിൽ ചില്ലറ ധൈര്യം പോരാ. ആ ധൈര്യം കാണിച്ച രത്തൻ യു ഗേൽക്കർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ VD സതീശൻ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയാക്കി. ഉപകാര സ്മരണ ആണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് എന്ന വലിയ ആരോപണം ഉയർന്നിട്ടുണ്ട്. പക്ഷേ സതീശൻ അതിനെതിരെ ഒന്നും പ്രതികരിച്ചിട്ടില്ല. നമുക്കറിയാം, ഇതേ രൂപത്തിലുള്ള മറ്റൊരു നിയമനം ബംഗാളിൽ നടന്നു. ബംഗാളിലെ ചീഫ് ഇലക്ടറൽ ഓഫീസറെ BJPയുടെ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയാക്കി മാറ്റി. അവിടെ BJPക്ക് ചരിത്രത്തിലാദ്യമായി അധികാരത്തിൽ വരാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുപാട് ജോലി ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പഠിച്ച പണി 18 എടുത്തിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ലക്ഷക്കണക്കിന് മനുഷ്യരെയാണ് വോട്ടർ ലിസ്റ്റിൽ നിന്ന് SIRൻ്റെ പേരിൽ വെട്ടിമാറ്റിയത്. അതുപോലെ തന്നെ മണ്ഡലം പുനർനിർണയത്തിൽ ഈ ചീഫ് ഇലക്ടറൽ ഓഫീസർ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഈ 2 സൗകര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് ചരിത്രത്തിലാദ്യമായി ബംഗാളിൽ BJP അധികാരത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു നാടിൻ്റെ തെരഞ്ഞെടുപ്പിനെ നന്നായി സ്വാധീനിക്കാൻ കഴിയുന്നവരാണ് ചീഫ് ഇലക്ടറൽ ഓഫീസറും സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനും ഒക്കെ, തെരഞ്ഞെടുപ്പ് കമ്മീഷനും എല്ലാവരും. അതുകൊണ്ടാണ് PM നിയാസ് വീണ്ടും ആവർത്തിച്ച് പറഞ്ഞു, ഒരു സംഖ്യയായ മനുഷ്യനെ ഇങ്ങനെ ഇലക്ഷൻ കമ്മീഷനാക്കി വെച്ചാൽ കേരളത്തിലെ വാർഡ് പുനർനിർണയത്തിൽ അയാൾക്ക് സ്വാധീനം ചെലുത്താൻ കഴിയും എന്ന് പറഞ്ഞാൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സ്വാധീനം ചെലുത്താൻ കഴിയും, നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വാർഡ് നിർണയത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയും. അതുപോലെ നേരത്തെ ഞാൻ ബംഗാളിൻ്റെ ഉദാഹരണം പറഞ്ഞതുപോലെ SIRൻ്റെ ഒക്കെ പേരിൽ വോട്ടർ ലിസ്റ്റിൽ നിന്ന് പലരെയും വെട്ടിമാറ്റാനൊക്കെ ഇവർക്ക് സാധിക്കും. ആ സൗകര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ബംഗാളിൽ BJP അധികാരം പിടിച്ചത് നമ്മുടെ കൺമുമ്പിലുണ്ട്. അതുകൊണ്ടായിരിക്കും PM നിയാസ് ഒന്നുകൂടി ആവർത്തിച്ച് ഇത് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ മുസ്ലിം ലീഗിൻ്റെ KM ഷാജി അത് തിരുത്താൻ തയ്യാറല്ല എന്ന് മാത്രമല്ല, ശേഷാദ്രിനാഥിന് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുക ചെയ്തിട്ടുള്ളത്. നമ്മൾ അതിശയപ്പെടേണ്ടതില്ല. RSSും കമ്മ്യൂണിസ്റ്റുകാരും തമ്മിൽ വലിയ ഡീല് നടക്കുന്നുവെന്ന് വലിയ വായിൽ വിളിച്ചു പറഞ്ഞവനാണ് ഈ KM ഷാജി. ഇപ്പോൾ പറഞ്ഞിട്ടുള്ള എന്താണ് നമ്മൾ കണ്ടല്ലോ. ഈ പിന്നെ പ്രധാനമന്ത്രിയുടെ പേരിലുള്ള വീട് നിർമ്മിക്കുന്ന കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞത് ആ എംബ്ലം വെക്കുന്നതിലൊന്നും ഒരു പ്രശ്നമില്ല, അതിനോടൊന്നും കേന്ദ്രത്തോട് ഏറ്റുമുട്ടാൻ ഞങ്ങളില്ല എന്ന് പറഞ്ഞ ആളാണ് KM ഷാജി. കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വളരെ കൃത്യമായി പറഞ്ഞു, ഗവർണറുമായി ഏറ്റുമുട്ടാൻ ഞങ്ങളില്ല. VD സതീശൻ പറയാതെ തന്നെ പറഞ്ഞു വെച്ചു, പല കാര്യത്തിലും ഞങ്ങൾ കേന്ദ്രവുമായി അനാവശ്യമായി ഏറ്റുമുട്ടലില്ല, ആരോഗ്യകരമായ ഒരു നീക്കത്തിനാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് പറഞ്ഞാൽ സംഘികൾ RSS BJP എന്ത് തീരുമാനിക്കുന്നോ അതിനോട് ഏറ്റുമുട്ടാൻ ഞങ്ങളില്ല എന്ന് കൃത്യമായി പറഞ്ഞ ഒരു ഭരണകൂടമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. ആ ഭരണകൂടമാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനായിട്ട് സംഘ് പരിവാറുകാരനെന്ന് കോൺഗ്രസ് ആരോപിക്കുന്ന ഒരാളെ വെച്ചിട്ടുള്ളത്. ഇത് ചെറിയ കാര്യമല്ല. നമ്മുടെ നാട്ടിലെ തെരഞ്ഞെടുപ്പുകളെ സ്വാധീനിക്കാനും അധികാരത്തിലേക്ക് BJPക്ക് കയറി വരാനുമുള്ള പടിയൊരുക്കുകയാണ് ഈ കൂട്ടർ ചെയ്യുന്നത്. കഴിഞ്ഞ ഒരു 2-3 മാസത്തെ അനുഭവത്തിൽ വളരെ കൃത്യമാണ് കേരളം RSSന് വേണ്ടി, സംഘികൾക്ക് വേണ്ടി നിലമൊരുക്കി കൊടുക്കുന്ന ജോലി UDF ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ അവസാനത്തെന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ട്. അതിലെ പ്രധാനപ്പെട്ട ഒരു ചവിട്ടുപടിയായിരിക്കും ഈ ശേഷാദ്രിനാഥിൻ്റെ നിയമനം. ഞാൻ മാത്രം പറയുന്നതല്ല, KPCCയുടെ ജനറൽ സെക്രട്ടറി PM നിയാസ് അടക്കം പറയുന്നുണ്ട്. വളരെ ഗൗരവത്തോടെ ഈ നാട് ഇത് കണ്ടിട്ടില്ലെങ്കിൽ അടുത്തൊരു തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റോടെ BJP അധികാരത്തിൽ വരും. 3 സീറ്റോടുകൂടി കേരളത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഈ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കേരളം പിടിച്ചെടുക്കാൻ BJPക്ക് സാധിക്കും. അതിന് വഴിയൊരുക്കി കൊടുക്കുന്നതിന് KM ഷാജിക്കോ VD സതീശനോ മടിയില്ല എന്ന കാര്യം ജനാധിപത്യ മതേതര വിശ്വാസികൾ ഓർക്കുന്നത് നന്നായിരിക്കും.